നമസ്കാരം. നക്ഷത്രങ്ങളെക്കുറിച്ച് കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നക്ഷത്രങ്ങളെപ്പറ്റി 1.5 മണിക്കൂർ നീണ്ട ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. പല കാരണങ്ങളാൽ നിമിത്തങ്ങളൊന്നും ശരിയായി കണ്ടില്ല. അതുകൊണ്ട് അതിനെ ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യായിരുന്നു. അതായത് അതിൽ കുറച്ചധികം ഇൻഫർമേഷൻ തന്നിരുന്നു. പക്ഷേ ഇതായിരിക്കില്ല അതിൻ്റെ സമയം. അതുകൊണ്ടായിരിക്കാം അതിങ്ങനെ ഡിലേ ആയി വന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തതിനനുസരിച്ചിട്ട് നേരത്തെ ഇങ്ങനൊരു വീഡിയോ എടുക്കും എന്ന് പറഞ്ഞതിന് അനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് വിവിധ നക്ഷത്രങ്ങളുടെ ആ ഒരു എനർജിയെപ്പറ്റി മനസ്സിലാക്കി തരാനാണ് ഇന്ന് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ കേതുവിൻ്റെ പ്രാമുഖ്യമുള്ള നക്ഷത്രമാണ് അശ്വതി, മകം, മൂലം. ശുക്രൻ്റെ പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളാണ് ഭരണി, പൂരം, പൂരാടം. സൂര്യൻ്റെ റൂളർഷിപ്പുള്ള നക്ഷത്രങ്ങളാണ് കാർത്തിക, ഉത്രം, ഉത്രാടം. ചൊവ്വയുടെ ആധിപത്യമുള്ളത് മകൈര്യം, ചിത്ര, അവിട്ടം നക്ഷത്രങ്ങൾക്കാണ്. വ്യാഴത്തിൻ്റെ സ്വാധീനം പുണർദം, വിശാഖം, പൂരുരുട്ടാതി. വ്യാഴമാണ് ഇവരുടെ അധിപനായിട്ടുള്ള ഗ്രഹം. അതുപോലെ രാഹുവിൻ്റെ അധീനതയിലുള്ളത് തിരുവാതിര, ചോതി, അതുപോലെ ചതയം നക്ഷത്രങ്ങളാണ്. ശനിയുടെ ആധിപത്യമുള്ളത് പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളാണ്. അതുപോലെ ബുധൻ്റെ സ്വാധീനമുള്ളത് ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങളാണ്. അതായത് കേതുവിൻ്റെ നക്ഷത്രങ്ങളിൽ തുടങ്ങിയിട്ട് ബുധൻ്റെ നക്ഷത്രങ്ങളിൽ അവസാനിക്കുകയാണ്. അപ്പോൾ തുടക്കം എന്നതിന് ആ ഒരു കേതുവുമായിട്ട് ബന്ധമുണ്ട്. രാശിചക്രത്തിൽ രാശിയിലെ ആദ്യത്തെ നക്ഷത്രം തന്നെ കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ജനനത്തിൻ്റെ പുരോഗതി നമുക്ക് ജാതകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏത് ലഗ്നമാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ലഗ്നം ഏത് നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ലഗ്നവും ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും. അതിൻ്റെ 4 പാദങ്ങളിൽ ഒന്നിലായിരിക്കും ലഗ്ന നക്ഷത്രവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലഗ്ന നക്ഷത്രവും നിങ്ങളുടെ ചന്ദ്രനക്ഷത്രവും, അതായത് ചന്ദ്രൻ ഇരിക്കുന്ന രാശിയിൽ ഏത് നക്ഷത്രത്തിൽ ആണ് നിങ്ങൾ ജനിച്ചത്, ഈ 2 നക്ഷത്രങ്ങൾക്കും നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ഇവിടെ വന്നത് എന്തിനാണ്, എന്തൊക്കെ കർമ്മങ്ങളുണ്ട് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നത്. ചിലർ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? 3-ാം ഭാവത്തിൽ ഏത് ഗ്രഹമാണുള്ളത്, 3-ാം ഭാവം ഏത് രാശിയാണ് വന്നിരിക്കുന്നത്, അവിടെ ചില നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനം നമ്മളിൽ എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും ബാക്കി 26 നക്ഷത്രങ്ങളും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ 27 നക്ഷത്രങ്ങളും 12 രാശികളും 27 നക്ഷത്രങ്ങളും നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് ഓരോ ഭാവങ്ങളായിട്ടാണ്. ഏത് ഭാവത്തിൽ വരുന്നു എന്നത്, അതുപോലെ ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, പിന്നീട് ഇവർ ഏത് നവാംശത്തിലേക്ക് പോയി, അതിനനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത്. നവാംശമാണ് യഥാർത്ഥത്തിൽ എന്ത് ലഭിക്കുമെന്ന് പറയുന്നത്. ജാതകത്തിൽ ഗജകേസരി യോഗമുള്ള ഒരാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അത് നവാംശത്തിൽ ആ ഒരു റിസൾട്ട് അത് പ്രോമിസ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ, ഈ നക്ഷത്രങ്ങളെ നമ്മൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കാണരുത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു രീതിയുമുണ്ട്, ഞാൻ ഇന്ന നക്ഷത്രമാണ്. അതായത് സ്വന്തം ജന്മനക്ഷത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു താല്പര്യമാണ്. പക്ഷേ എന്തിന് ഞാൻ ആ നക്ഷത്രത്തിൽ ജനിച്ചു, ആ നക്ഷത്രത്തിൻ്റെ അധിപൻ എവിടെ ഇരിക്കുന്നു, ഏത് ഭാവത്തിലിരിക്കുന്നു, എന്ത് ഫലമാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തിൽ ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് ചില കർമ്മങ്ങൾ, ചില ഡ്യൂട്ടി ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ജാതകം നോക്കുമ്പോൾ ആചാര്യന്മാർ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അതൊരു പക്ഷെ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞു എന്ന് വരില്ല, ഇൻഡയറക്റ്റായിട്ട് അത് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്തെപ്പറ്റി പറഞ്ഞുതരും. അതായത് നിങ്ങളുടെ നക്ഷത്രത്തിൽ നിന്നാണ് നിങ്ങളുടെ ദശകൾ തുടങ്ങുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ദശ ചന്ദ്രൻ്റെ മഹാദശയിൽ നിന്നാണ് തുടങ്ങുന്നത്. തിരുവാതിരയിൽ ജനിച്ച ഒരാളുടെ ദശ രാഹുവിൻ്റെ മഹാദശയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓരോ ദശാകാലവും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എൻ്റെ 9-ാം ഭാവാധിപൻ്റെ ദശയെന്നോ, 9-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയെന്നോ, ഉച്ചത്തിലായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയെന്നോ ഇതൊന്നും നോക്കാതെ
നമുക്ക് എല്ലാ ദശകളും നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനാണ് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സയൻറ്റിസ്റ്റ് ആകുന്നില്ല. ചിലർക്ക് മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, ചിലർക്ക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ചിലർക്ക് സന്താനങ്ങൾ, അതിലൊരു സന്താനത്തിൻ്റെ ഉത്തരവാദിത്തം ഒരുപക്ഷെ അച്ഛനും അമ്മമാരിൽ ഒരാൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് കാണാം. അതൊരു പക്ഷേ രോഗമുള്ളൊരു കുട്ടിയുടേതായിരിക്കാം. അതുപോലെ മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ പിതാവ് വിദേശത്തോ മറ്റോ ആയിട്ട് അമ്മ ഒറ്റയ്ക്ക് നോക്കി വളർത്തി വലുതാക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കേണ്ടി വരിക. അപ്പോൾ ആ ഒരു കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മുൻ ജന്മങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിട്ടുപോയ, അല്ലെങ്കിൽ ചില തെറ്റുപറ്റിപ്പോയ, അല്ലെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കാതിരുന്ന ആ ഒരു കാര്യം ചെയ്യാനാണ് വന്നത്. ഒരു വലിയ ജനതയെ, ഒരു രാഷ്ട്രത്തെ, ലോകരാജ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വന്നിട്ടുള്ളവരാണ് മറ്റു ചിലർ. ചിലരൊക്കെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ചില ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ മാറ്റം വരുത്തുന്ന ആൾക്കാരുണ്ട്. ആ ജനിച്ച നക്ഷത്രം, ലഗ്നനക്ഷത്രവും ചന്ദ്രനക്ഷത്രവും, അതുപോലെ സൂര്യൻ ആത്മകാരകനാണ്. ഈ സൂര്യൻ എവിടെ ഇരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, നിങ്ങളുടെ ആത്മകാരക ഗ്രഹം എവിടെ ഇരിക്കുന്നു, അതുപോലെ നിങ്ങളുടെ ഫാമിലിയെയും, അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും ജോലിയെയും നിങ്ങളുടെ കർമ്മത്തെയും കാണിക്കുന്ന അമാത്യകാരക ഗ്രഹം ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, മൊത്തത്തിൽ ആ ജാതകത്തിലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം, ദശാകാലങ്ങൾക്കൊക്കെ ആണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ചിലർക്ക് കല്യാണമേ നടക്കുന്നില്ല എന്നത്, ചിലർക്ക് ആ ഒരു റിലേഷൻഷിപ്പാണെങ്കിലും, ഒരു പ്രണയ ബന്ധങ്ങളാണെങ്കിലും അത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആലോചനകൾ വന്നാൽ ആ വ്യക്തിയുമായി കുറച്ച് നാൾ സംസാരിക്കും, പക്ഷേ അത് വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇയാളെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ടുന്ന അവസ്ഥ. അങ്ങനെ 2-3 അനുഭവങ്ങൾ വരുമ്പോൾ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് പോവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നും ശരിയാവാത്തത് എന്താണ്? അല്ലെങ്കിൽ പ്രണയത്തിലായിട്ട് പിന്നീട് അതും ശരിയാവുന്നില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ പോകും, എന്താ കാര്യം എന്നറിയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ്, അതായത് മനസ്സ്, ചന്ദ്രൻ, അത് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മനസ്സിൻ്റെ ആഗ്രഹമാണ്. മനസ്സിന് എപ്പോഴും എന്താണ് വേണ്ടത്? സുഖമാണ്, ഭോഗമാണ്. അതിന് പുറമേയുള്ള കാര്യങ്ങളിൽ നിന്ന് ഉള്ള സന്തോഷമാണ് അതിന് വേണ്ടത്. ഒരു നോർമൽ ആളുടെ, ഒരു സാധാരണ ആളുടെ അവസ്ഥയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നത് നിങ്ങളൊട്ട് അറിയുന്നുമില്ല. അത്രയധികം ചിന്തിപ്പിക്കാൻ നമ്മുടെ ആ ഒരു ബുദ്ധി നമ്മളെ അനുവദിക്കുന്നുമില്ല. ഒരുപക്ഷെ ബുധൻ്റെ മേലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ, നിങ്ങളുടെ 5ഉം 9ഉം ഭാവങ്ങൾ അല്ലെങ്കിൽ ലഗ്നാധിപൻ ഒക്കെ പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ വരുമ്പോൾ ഒക്കെ ഈ ചാലഞ്ച് ഉണ്ടാകും. കൂടാതെ ഇതിന് സപ്പോർട്ടായിട്ടുള്ള കുറേ യോഗങ്ങളുമുണ്ട്. ഒരുപക്ഷെ കാലസർപ്പയോഗമായിരിക്കാം, ദോഷങ്ങളെന്ന് പറയാം. അപ്പോൾ പല കാരണങ്ങൾ, പിതൃക്കളുടെ അനുഗ്രഹമില്ലാതെ, കുലദേവതങ്ങളുടെ അനുഗ്രഹമില്ലാതെ നമുക്ക് ആ ഒരു എന്തിനാണ് ഞാൻ വന്നത് എന്നതറിയില്ല. അപ്പോൾ ജന്മനക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇതിനെ എടുത്തിട്ട്, അതായത് എല്ലാ പൂരുരുട്ടാതിക്കാരും ഇങ്ങനെയാണ്, എല്ലാ പൂരാടം നക്ഷത്രക്കാരും ഇങ്ങനെയാണ്, അതായത് എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പൂരാടം നക്ഷത്രക്കാരൻ ഇന്നതായി തീർന്നു, ഞാൻ ഇന്നതായി തീർന്നിട്ടില്ല, ഞങ്ങൾ ഒരേ ദിവസം ജനിച്ചതാണ്. അപ്പോൾ അവിടെയാണ് ആ പ്രാരാബ്ധത്തിൻ്റെ റോളുള്ളത്. അവിടെയാണ് പിതൃക്കളുടെ കർമ്മവും. അദ്ദേഹത്തിൻ്റെ പിതൃ അല്ല നിങ്ങളുടെ പിതൃ, അത് പിതൃക്കൾ, അവരുടെ കർമ്മവും കുലദൈവങ്ങളുടെ ഒരു അനുഗ്രഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ നക്ഷത്രത്തിൻ്റെ അധിപൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ ജനറൽ സ്വഭാവം എന്താണ്, ആ നക്ഷത്രാധിപൻ്റെ ജനറൽ സ്വഭാവം എന്താണെന്നത് സാധാരണക്കാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് കേതുവിൻ്റെ നക്ഷത്രങ്ങളായിട്ടുള്ള മകം, മൂലം, അശ്വതി നക്ഷത്രങ്ങൾ, കേതുവിൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അതിനും മനസ്സിലാക്കാൻ ഒരു പൂർവ്വജന്മ പുണ്യം വേണം. നിങ്ങളുടെ 5ഉം 9ഉം ഭാവങ്ങളും നല്ലതായിരിക്കണം. സൂര്യനും ലഗ്നവും നല്ല രീതിയിൽ ഇരുന്നാലാണ് അതിനൊരു വിശാല മനസ്ഥിതിയോടെ കണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. കേതുവിൻ്റെ നക്ഷത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേതു തലയില്ലാത്ത ഒരു ഗ്രഹമാണ്. അതിന് ശരിക്കും നമ്മളതിനൊരു ഛായാഗ്രഹം, ഒരു ഷാഡോ പ്ലാനറ്റ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ അതിന് ആകസ്മികത എന്നൊരു സ്വഭാവമുണ്ട്. ആകസ്മികതയുടെ കാരണക്കാരനാണെന്ന് പറയാം.
അതിനൊരു റൂളർഷിപ്പുള്ള രാശിയും വൃശ്ചികമാണ്, ഒരു കോ റൂളർഷിപ്പ്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു സഡൻ ആണ് ചേഞ്ചസ്, ആകസ്മികത, നിഗൂഢത ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതിൽ കേതുവിൻ്റെ നക്ഷത്രക്കാരെ എല്ലാവരെയും നമുക്ക് ജനറലൈസ് ചെയ്യാനും പറ്റില്ല. മേടത്തിലെ അശ്വതി എന്നത് ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാശിയിലാണ് ഇരിക്കുന്നത്. അതായത് ചൊവ്വയുടെ ഒരു ഏരിയയാണ്, ചൊവ്വയുടെ ഒരു ഏരിയയിലിരിക്കുന്ന ഒരു വിരക്തനായിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്കതിനെ ആ കേതുവിനെ മനസ്സിലാക്കാം. ചൊവ്വയാണെങ്കിൽ ശൗര്യമുള്ള ഒരാളാണ്, മുൻകോപിയാണ്, എടുത്തുചാട്ടക്കാരനാണ്, ഒരു സോൾജറാണ്, എല്ലാത്തിനും മുന്നിൽ പോയി നിന്ന് ലീഡർഷിപ്പ് റോൾ എടുത്തിട്ട് എല്ലാവരെയും നയിക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ഒരാളുടെ ആജ്ഞ കിട്ടിയാൽ നല്ലതാണ്, ഇന്നത് പോയി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ അത് സക്സസ്ഫുള്ളാക്കി കൊണ്ടുതരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ സ്ഥലത്തിരിക്കുകയാണ്. കേതുവിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു തരത്തിലൊരു സന്യാസിയെപ്പോലെ, ഒരു വിരക്തനെ പറ്റി, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെപ്പോലെ, ഒരു സന്യാസി, ഒരു വിരക്തൻ, ഒരു വൈരാഗി എന്ന് പറയാം. അതിൻ്റെ നെഗറ്റീവ് വശം എന്നത് ഈ പ്രപഞ്ചത്തോടും മറ്റു സാധാരണ ആൾക്കാരോടും ജീവിതത്തോടും ഒക്കെ വിരക്തി വന്നിട്ട് ഇതിൻ്റെ നെഗറ്റീവ് വശത്തിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ, അക്രമാസക്തമാവുന്ന ആൾക്കാർ, അവർക്ക് പ്രത്യേകിച്ച് കുടുംബവും സുഖവും ജനമാനസങ്ങളുടെ ഒരു സന്തോഷവും സുഖവും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അതൊരു കേതുവിൻ്റെ മറ്റൊരു സ്വഭാവമാണത്. അതായത് നല്ലതായാൽ വളരെയധികം നല്ലതാണ് എന്ന് വെച്ചാൽ വൈരാഗ്യായിരുന്നിട്ട്, വിരക്തനായിരുന്നിട്ട്, എല്ലാം കൊടുക്കാൻ അറിയുന്ന, എല്ലാം കൊടുക്കും. കയ്യിൽ നിന്ന് ആരെങ്കിലും പണം എടുത്തു കൊണ്ടുപോയാലും അവൻ നന്നായിക്കോട്ടെ, അവനെങ്കിലും നന്നായിക്കോട്ടെ എന്ന് പറയുക, ആ ഒരു രീതിയിൽ. അതായത് ആ വിരക്തിയാണ്. നമ്മളെ ഒരാൾ പറ്റിച്ചിട്ട് പോയിട്ട്, ഒരുപക്ഷെ ഒരു പ്രണയബന്ധത്തിലാണെങ്കിലും പറ്റിച്ചിട്ട് പോയാലും അപ്പാടെ ക്ഷമിച്ച് പുറത്ത് അവർക്ക് നല്ല സുഖം ഉള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുന്ന ആ ഒരു തരത്തിലാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കേതുവാണ്. നെഗറ്റീവായിട്ടുള്ള കേതു എന്നത് ഈ ഒരു ടെററിസം പോലെ, അതായത് ചില ആൾക്കാർ അറിവുള്ള ആൾക്കാരാണ്, എൻജിനീയറിങ്ങും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. അവർ ഇതിനെ കൊണ്ട് എങ്ങനെ മനുഷ്യന്മാരെ നശിപ്പിക്കാം, അതൊരു നെഗറ്റീവ് വശമാണ്. ഇത് രാഹു കേതുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടൊരു നിഗൂഢതയുണ്ട്. അതേസമയം പറഞ്ഞു വരുന്നത് ഈ ഒരു കേതുവിൻ്റെ നക്ഷത്രങ്ങളെല്ലാം ഒരുപോലെയല്ല എന്നാണ്. മകം എന്നത് രാജാവിൻ്റെ ഏരിയയിലിരിക്കുന്ന, സൂര്യൻ്റെ ഏരിയയിലിരിക്കുന്ന കേതുവിൻ്റെ നക്ഷത്രമാണ്. അവിടെ ആ മകത്തിനൊരു വ്യത്യാസമുണ്ട്. ശരിക്കും വളരെയധികം നല്ല പോസ്റ്റുകളിലിരിക്കാൻ, ലീഡർഷിപ്പ് റോളുകൾ കൈകാര്യം ചെയ്യാൻ, അതേസമയം നിഗൂഢത, റിസർച്ചൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാൻ, പദവി കൊണ്ട്, പൊസിഷൻ കൊണ്ട്, അറിവ് കൊണ്ട് ഒക്കെ തിളങ്ങി നിൽക്കാൻ പറ്റുന്നവരായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ആ നക്ഷത്രത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ നക്ഷത്രങ്ങളെ പറ്റിയാണ്. ആ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളായിട്ട് എടുക്കേണ്ട. ഒരു പക്ഷേ നിങ്ങളുടെ മകം നക്ഷത്രത്തിൽ ശുക്രനായിരിക്കാം. തൻ്റെ ഒരു പ്രസൻസ് എല്ലാവരെയും അറിയിക്കുക, അത് കൂടിപ്പോയാൽ അത് ഷോ ഓഫായിട്ട് മാറും, പല എക്സ്റ്റെൻറ്റിലേക്ക് പോകും. എന്നൊരു നോർമൽ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെയും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ജീവിത പങ്കാളി, ശുക്രനൊക്കെ ആ നക്ഷത്രത്തിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രീതിയിലാവാൻ സാധ്യതയുണ്ട്. അതായത് ഇത് എൻ്റേതാണെന്നുള്ള ഒരു രീതിയിൽ കാണിക്കും. അതായത് ആൾക്കൂട്ടത്തിനിടയിൽ ആ ഒരു ഇതെൻ്റെ സ്വന്തമാണ് എന്നുള്ള ഒരു രീതിയിൽ ഉള്ളൊരു പെരുമാറ്റം കാണാം. അപ്പോൾ ഞാനിത് ഉദാഹരണം പറയാനുള്ള കാരണം എന്നത്, ഓരോ നക്ഷത്രത്തെ പറ്റി പറയുമ്പോഴും അത് ഞാനാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്നത് ഒരു നക്ഷത്രമല്ല. രാശിചക്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ജനിച്ച ആളാണ് നമ്മളെല്ലാവരും. അങ്ങനെ നമ്മുടെ 9 ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ സൂര്യനായിരിക്കാം. അതുകൊണ്ട് ആ സൂര്യനിരിക്കുന്ന രാശിയുടെയോ ആ സൂര്യൻ്റെയോ ഗുണമായിരിക്കാം നിങ്ങൾക്ക് കൂടുതലുള്ളത് നിങ്ങളുടെ ജന്മനക്ഷത്രത്തെക്കാളും. ഒരു രാശിയിൽ വ്യാഴത്തിനോടൊപ്പം ആത്മകാരക ഗ്രഹവും അതുപോലെ മറ്റു ഗ്രഹങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ രാശിയായിരിക്കാം നിങ്ങളുടെ ചന്ദ്ര നക്ഷത്രത്തെക്കാളും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കൂടുതലായും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ നക്ഷത്രങ്ങളെ പറ്റിയുള്ള അവരുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ അതിലെഴുതുന്നത് ഞാൻ ഇങ്ങനെയല്ല എന്നത്. പലപ്പോഴും നിങ്ങളുടെ ജാതകത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രഹം ഏതാണെന്ന് ജ്യോതിഷം അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ ആത്മകാരക ഗ്രഹം അതിരിക്കുന്ന നക്ഷത്രമായിരിക്കാം നിങ്ങളുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. ചില ആൾക്കാരുടെ കാര്യത്തിൽ ബാലൻസ്ഡ് ആയിട്ട് കാണാം. അതായത് ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം എന്നത് എപ്പോഴും നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയെ കാണിക്കുന്നു.
നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും, നമ്മുടെ പ്രാരാബ്ധങ്ങളെ നേരിടാൻ കഴിയും. അതാണ് ഏറ്റവും വിഷമവും. അപ്പോൾ എല്ലാവരും ആദ്യം കൊടുക്കുന്ന പരിഹാരവും ഈ മനസ്സിനുള്ളതാണ്. അഭിഷേകങ്ങളായാലും ധ്യാനമായാലും നാമജപങ്ങളായാലും എല്ലാം നമ്മുടെ ആ മനസ്സിനെ ഒന്ന് ആ ഒരു ദൈവിക ശക്തിയിലേക്ക് ആകർഷിക്കാനും ഭഗവാന്റെ കൃപ ഉണ്ടാകാനും പിന്നെ നമ്മൾ ആധ്യാത്മിക ജീവിതം നയിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ പരിഹാരങ്ങളും. അപ്പോൾ മനസ്സിനെ ആ ചന്ദ്രനിരിക്കുന്ന നക്ഷത്രം എന്തിന് ലഭിച്ചു എന്നത് വലിയൊരു എന്താ പറയുക കർമ്മഫലമായിട്ടാണ്. ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാകും, സിസേറിയൻ ചെയ്യുന്നു, ഡോക്ടറോട് പറയുന്നു ഇന്ന നക്ഷത്രം വരുമ്പോൾ ചെയ്യാം, ആ നക്ഷത്രം നല്ലതാണ്, ഈ നക്ഷത്രം ശരിയല്ല എന്നൊക്കെ. അതും നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങൾ തീരുമാനിച്ചിട്ട് ഡോക്ടർ ആ സമയത്ത് സിസേറിയൻ ചെയ്യുകയാണെന്ന്. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അത് കേട്ടപ്പോഴും അത്ഭുതം തോന്നി. ഗുരുവായൂർ നടയിൽ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്താണ് 3-4 സ്ത്രീകൾ ഇതുപോലെ ക്യൂവിൽ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായത്. കേട്ടപ്പോഴും അത്ഭുതം തോന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞ നക്ഷത്രങ്ങൾ അവരുടെ അഭിപ്രായത്തിൽ അവർ നല്ല നക്ഷത്രങ്ങളായിട്ട് പറയുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. തിരുവാതിരയും മകേരിയും ഒക്കെ ആയിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എനർജി വരുന്നത് തന്നെ അങ്ങനെയാണ്. ഇങ്ങനെയും ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് അന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതും നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യുന്നതല്ല എന്നത്. നമ്മുടെ വീട്ടിലൊരു സാധനം ഇരിക്കണമെങ്കിൽ പോലും, ഉദാഹരണത്തിന് നിങ്ങളുടെ കിടപ്പുമുറിയിൽ പുസ്തകങ്ങളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആധ്യാത്മിക ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബെഡ്റൂമിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 12ാം ഭാവത്തിൽ വ്യാഴമുണ്ടാകാം. ബുധനും വ്യാഴവും തമ്മിലുള്ള ഒരു സംബന്ധം 12ാം ഭാവത്തിലുണ്ടാകാം. അത് നമ്മുടെ ജാതകത്തിലുള്ളത് തന്നെയാണ്. നമ്മൾ വാസ്തുവൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കാണുന്നത് നമ്മുടെ ജാതകത്തിലുള്ളത് തന്നെയാണ്. ധനുവിലെ കേതുവിൻ്റെ നക്ഷത്രമാണ് മൂലം. അതൊന്നുകൂടി ഡീപ്പായിട്ടുള്ള ആധ്യാത്മികതയെ കാണിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്നത് ആ ഒരു ജീവിത പങ്കാളിയിൽ നിന്നുള്ള സുഖം, ഞാൻ വിചാരിച്ചതുപോലുള്ള ജീവിത പങ്കാളി, എന്നെ പറ്റിക്കാത്ത സുഹൃത്തുക്കൾ, അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷ വയ്ക്കുക, എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും, എൻ്റെ കാര്യങ്ങളിൽ എന്നെ സഹായിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. കാരണം ഇവിടെ കേതുവിൻ്റെ നക്ഷത്രങ്ങളായിട്ട് വരുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നത്, ഇവിടെ ധനുവിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ എനർജിയാണ്, മേടത്തിലെ അശ്വതി ആണെങ്കിൽ അത് ചൊവ്വയുടെ എനർജിയാണ്, മകമാണെങ്കിൽ അവിടെ സൂര്യൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത്, കേതുവിൻ്റെ നക്ഷത്രത്തിൽ എൻ്റെ ജനനം ഉണ്ടാകുമ്പോൾ കേതുവിന് ജാതകത്തിൽ എവിടെ ഇരുന്നാലും എനിക്ക് വേണ്ടുന്ന ഒരു സ്വഭാവം എന്നത് വിട്ടുകൊടുക്കാനാണ്, വിട്ടുകളയാനാണ്, മറക്കാനാണ്, പൊറുക്കാനാണ്. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. ഈ ഒരു കാര്യം ഇതൊരു ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. കാരണം എല്ലാവരുടെയും ജാതകത്തിൽ ഈ നക്ഷത്രങ്ങളുണ്ടെന്ന കാര്യം മറക്കരുത്. ഓരോ ഭാവത്തിലായിട്ടുണ്ടാകും. അതായത് ഇടവം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിലാണ് അശ്വതി ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകളയാൻ പഠിക്കണം. അതായത് ചിങ്ങം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ലഗ്നം വന്നിരിക്കുന്നത് മകത്തിലാണെന്ന് വിചാരിക്കുക. ലഗ്നം ഉദിച്ചിരിക്കുന്നത് മകം നക്ഷത്രത്തിലാണ്. 5ാം ഭാവാധിപൻ വ്യാഴമാണ്. 5ാം ഭാവത്തിലൊരു നക്ഷത്രമുണ്ട്, കേതുവിൻ്റേത് മൂലമാണ്. അപ്പോൾ ചിങ്ങം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ പ്രണയബന്ധത്തിൽ നിന്ന് ഞാൻ വലിയൊരു പ്രതീക്ഷ വയ്ക്കില്ല. എൻ്റെ ലക്ഷ്യം എന്നത് അവിടെയാണ് രാശിയുടെ ഒരു മഹത്വമുള്ളത്. സൂര്യൻ്റെ രാശിയാണ് അവിടെ. സൂര്യൻ്റെ ഒരു നക്ഷത്രവുമുണ്ട് ഉത്തരം, ശുക്രൻ്റെ നക്ഷത്രമുണ്ട് പൂരം. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ജനറലി പറയുകയാണെങ്കിൽ മറ്റൊരു ഗ്രഹവും അവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ലഗ്നം ചിങ്ങം ലഗ്നമായിട്ട് മകത്തിൽ ലഗ്നം വരുമ്പോൾ, മകം നക്ഷത്രത്തിൽ ലഗ്നം വരുമ്പോഴുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്നത് നിങ്ങളുടെ പ്രണയമായിരിക്കരുത്. എന്താണ് അവിടെ കർമ്മം വരുന്നത്? 5ാം ഭാവം ആരുടേതാണ്? വ്യാഴത്തിൻ്റെതാണ്. വ്യാഴം എങ്ങനെയുള്ള ആളാണ്? നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഭാവമാണ് വ്യാഴത്തിൻ്റെ രാശിയായ ധനു. അതായത് ഹയർ നോളജിൻ്റെതാണ്, ഉന്നതമായിട്ടുള്ള ആ ഒരു അറിവിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ അറിവുകൾ നേടാൻ, നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സൂര്യൻ്റെ രാശിയാണ് ലഗ്നമായിട്ട് വന്നിരിക്കുന്നത്. കേതു ആണ് അവിടെ ലഗ്ന നക്ഷത്രം. ഇതാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. കേതുവിൻ്റെ ലഗ്ന നക്ഷത്രമാകുമ്പോൾ
എന്നെ ആര് പ്രണയത്തിൽ പറ്റിച്ചു, എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ വിചാരിച്ച രീതിയിലല്ല പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം ഈ സൂര്യൻ്റെ പൊസിഷൻ, രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ്റെ പൊസിഷൻ നല്ലതല്ലെങ്കിൽ ശനിയും സൂര്യനുമായിട്ടുള്ള ബന്ധം, ആ ഒരു ശനിയും സൂര്യനും ഒരുമിച്ചിരിക്കുക, ഓപ്പോസിറ്റ് ഇരിക്കുക, അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെയുണ്ടെങ്കിൽ ഈ പിതാവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടേത് നല്ലതല്ലെങ്കിലും നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോരുത്. ചെറിയ ചെറിയ പലതരത്തിൽ നമുക്ക് പ്രാരാബ്ധമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് മാറരുത്. ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ ലഗ്നം വരുമ്പോൾ ഈ ലഗ്നം എന്താണ്? നിങ്ങളുടെ ശരീരമാണ്. അത് വന്നിരിക്കുന്നത് സൂര്യൻ ചെയ്യുന്ന പോലുള്ള ഡ്യൂട്ടികൾ ചെയ്യാനാണ്. എന്താണ് സൂര്യൻ ചെയ്യുന്ന ഡ്യൂട്ടികൾ? പ്രകാശം പരത്തുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർത്തുന്ന രീതിയിൽ. അത് സ്വയം പ്രസൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ, പൂരം എന്നൊരു നക്ഷത്രം കൂടി അവിടെ ഉണ്ട്, സ്വയം പ്രസൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ, അതുകൊണ്ട് ഇവർ കലാകാരന്മാരാണ്, എഴുത്തുകാരാണ്, നല്ല ആർട്ടിസ്റ്റാണ്, അഭിനയമായാലും നല്ല മാനേജേഴ്സാണ്, നല്ല അധ്യാപകരാണ്. അതായത് ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്? കലാകാരന്മാരാണെങ്കിൽ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, അവരെ സന്തോഷിപ്പിക്കും. ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ സ്വാധീനം, ചൊവ്വയുടെയും ബുധൻ്റെയും രാഹുവിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊമേഡിയനായിട്ടും സ്റ്റാൻഡപ്പ് കോമേഡിയൊക്കെ ആയിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. നല്ലൊരു അഭിനേതാവാകാൻ കഴിഞ്ഞു എന്ന് വരാം. ഏറ്റവും ഉപരി ഇവർക്ക് നല്ല ലീഡേഴ്സ് ആവാൻ കഴിയുമെന്നതാണ്, നല്ല മാനേജറിയൽ പോസ്റ്റിലിരിക്കാൻ കഴിയുമെന്നതാണ്. ഇവിടെ ഈ സൂര്യൻ്റെ ഈ എല്ലാ ഗുണങ്ങളും നമ്മൾ ആകർഷിച്ചിട്ട് എങ്ങനെയാണ് സൂര്യനെ പോലെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സൂര്യനെ പോലെ ജ്വലിച്ചിട്ട്, സൂര്യനെ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ട്, രാവിലെ എന്നൊരു സമയമുണ്ടെങ്കിൽ സൂര്യൻ എത്തിയിരിക്കും. സൂര്യന് പനിയും ചുമയും ജലദോഷവും ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ അടുത്തുനിന്നും പബ്ലിക്കിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നത്. എൻ്റെ ലീഡർ വന്നിരിക്കണം, എൻ്റെ ലീഡർ ഉണ്ടെങ്കിൽ ഞാൻ പിന്നാലെയുണ്ട് എന്നുള്ള ഒരു തരത്തിലാണ് നല്ലൊരു ചിങ്ങം ലഗ്നക്കാരൻ, പ്രത്യേകിച്ച് മകത്തിലൊക്കെ ലഗ്നം വന്നിരിക്കുമ്പോൾ വരേണ്ടത്. മകം അത്രയും നല്ല ഒരു ലീഡർഷിപ്പിനും മറ്റുള്ളവരെ നയിക്കാനും ഒക്കെയുള്ള കഴിവുള്ളൊരു നക്ഷത്രമാണ്. ഇനി ഇതിൽ ഈ മകം എന്നത് എന്താണ്? കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ വിട്ടുകൊടുക്കാൻ പഠിക്കണം. ഈഗോ എന്നതാണ് ആദ്യം കളയേണ്ടത്. സൂര്യൻ ഏറ്റവും അധികം എന്താണ്? സൂര്യൻ്റെ രാശിക്കുള്ള പ്രത്യേകത, സൂര്യൻ്റെ നക്ഷത്രങ്ങൾക്കുള്ള പ്രത്യേകത, ഉത്രം, ഉത്രാടം, കാർത്തിക എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളായാലും അതുപോലെ ഈ സൂര്യൻ്റെ രാശിക്കും ഉള്ള പ്രത്യേകത എന്നത് ഈഗോ ആണ്. അപ്പോൾ ഒരു ഇഷ്ടദൈവം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഞാനല്ല ചെയ്യുന്നത്. ശരീരം എന്നത് കുറേ അസ്ഥിയും മാംസവും രക്തവും ഒക്കെയുള്ള എങ്ങനെയൊക്കെയോ എല്ലാം യോജിപ്പിച്ച ഒരു സാധനമാണ്. അതിനുള്ളിലൊരു ഭഗവത് തത്വമുണ്ട്. ആ തത്വമാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ ഈ ശരീരത്തിന് കഴിഞ്ഞുവെങ്കിൽ, ഒരു ലീഡർഷിപ്പ് റോളിൽ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നയിക്കാൻ പറ്റിയെങ്കിൽ അത് ഈ ശരീരത്തിൻ്റെ കഴിവല്ല. ആ ശരീരത്തിൻ്റെ പേരിനി എന്തായാലും, ആ ശരീരത്തിൻ്റെ പേര് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്തുമായിക്കോട്ടെ, ആ ടൈറ്റിൽ എന്താണെങ്കിലും ഇതിലിരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം, അതാണ് ഈ ഒരു ആശയം പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നയിക്കുന്നത്, അതാണ് മാനേജർ, ഞാനല്ല. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തന്നെ നിങ്ങൾക്കുണ്ടെങ്കിൽ, മകം ലഗ്നമായിട്ട് വരുമ്പോൾ, ഇതിൽ ചിങ്ങത്തിൽ ഏത് ഗ്രഹം ഇരുന്നാലും, മകത്തിലെന്നല്ല ചിങ്ങം രാശിയിൽ ഏത് ഗ്രഹം ഇരുന്നാലും, ചിങ്ങം രാശി എന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവമായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ എന്നൊരു പ്രാധാന്യം അത് കൊടുക്കരുത്. അതിലുള്ള ഭഗവത് തത്വത്തെ ബഹുമാനിക്കുകയും അതാണ് ചെയ്യുന്നത്, അതിനെയാണ് പൂജിക്കേണ്ടത്. ഹൃദയ കമലത്തിൽ ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഇരിക്കുന്നു എന്നുള്ളൊരു ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫും സ്മൂത്താവും. ഇല്ലെങ്കിൽ ഈ ഈഗോ കാരണം അത് പ്രശ്നം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവായി പോകുമ്പോൾ വളരെയധികം പ്രശ്നം സൃഷ്ടിക്കും. അപ്പോൾ കേതുവിൻ്റെ എനർജിയെ മാനേജ് ചെയ്യണമെങ്കിൽ അത് പഠിക്കണം. അതിനാണ് നല്ലൊരു ഗുരു വേണ്ടത്. നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേതുവിൻ്റെ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗുരു ചിലപ്പോൾ വളരെയധികം ഹാർഷായിരിക്കും. മൂലം, മകം, അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഗെയിം, എന്താണ് അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ് ഗെയിം എന്നത് പഠിച്ചെടുക്കാൻ ഒരു ഗുരു വഴി സാധിച്ചു കഴിഞ്ഞാൽ, അതിന് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗുരു തന്നെ വേണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അതായത് അനുഭവങ്ങളെ ആദ്യം കാണിച്ചു തരണം. ഇതാണ് അനുഭവം, ഇങ്ങനെ പ്രതികരിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇനി നീ ഇന്ന തരത്തിൽ ചെയ്തു നോക്കൂ. അങ്ങനെ ജീവിത അനുഭവങ്ങളിലൂടെ എങ്ങനെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഗുരു ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഈഗോയ്ക്ക് സ്ഥാനമില്ല. കേതുവിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. ഈ നക്ഷത്രങ്ങളിൽ
പ്രധാനം ഇതാണ്. ധനുവിലെ മൂലത്തിലാണെങ്കിലോ വളരെയധികം റിസർച്ച് മൈൻഡഡ് ആണ്, വേരുകളാണ്. വ്യാഴം ഒക്കെ മൂലം നക്ഷത്രത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വേരുകൾ അത് നിങ്ങൾക്ക് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. വ്യാഴമൊക്കെ മൂലം നക്ഷത്രത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ കുലദേവത, നിങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നു, നിങ്ങൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ടും പിതൃക്കളുമായിട്ടും കുലദേവതയുമായിട്ടും നിങ്ങളുടെ ഗ്രാമദേവത, സ്ഥാനദേവത ഇവരുമൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ വേണം. എന്നാൽ മാത്രമേ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ നക്ഷത്രങ്ങളിലൂടെ പഠിക്കുന്നത്. ആ നക്ഷത്രത്തിൻ്റെ ദേവതയുടെ എനർജി. അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവത ആരൊക്കെയാണ് എന്നത്. ഇവിടെ കേതുവിൻ്റെ നക്ഷത്രങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇത് കേതുവിൻ്റെ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ലഗ്നം സൂര്യൻ വന്നു എന്ന് മാത്രം വിചാരിക്കേണ്ട. നമ്മുടെ എല്ലാ ആൾക്കാരുടെ ജാതകത്തിലും ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഈ നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ ത്രികോണങ്ങളിലൊക്കെ ഈ ഒരു രാശികളൊക്കെ വരുമ്പോഴും അതും സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. അതുപോലെ ശുക്രൻ്റെ നക്ഷത്രങ്ങളുടെ കാര്യം ഭരണി, പൂരം, പൂരാടം ഒക്കെ ആണെങ്കിൽ ആ ഒരു ശുക്രൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ശുക്രൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്താണ്? പണമാണ്, സ്ത്രീയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ലക്ഷറിയാണ്, വാഹനങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഏത് ഭാവത്തിൽ ഈ നക്ഷത്രങ്ങൾ വരുന്നു, ലഗ്നം ഈ നക്ഷത്രങ്ങളിൽ വരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കരിയറിനെ ബാധിച്ചേക്കാം. ഇത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സൂര്യനെ പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ ഈ ശുക്രൻ്റെ നക്ഷത്രത്തിൽ വന്നിരിക്കുമ്പോൾ, അതായത് സൂര്യൻ ഉച്ചത്തിലാവുന്നത് മേടം രാശിയിലാണ്. അപ്പോൾ സൂര്യൻ ഭരണിയിലൊക്കെ ശുക്രൻ്റെ നക്ഷത്രത്തിലൊക്കെ ഇരിക്കുമ്പോഴും വളരെയധികം കെയർഫുൾ ആകണം. നിങ്ങൾ ഒരു മാനേജറിയൽ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും, അതുപോലെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ഇടപെടലും ഒക്കെ ആണെങ്കിലും, കാരണം അത് പാസ്റ്റ് ലൈഫിലെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതെല്ലാം പാസ്റ്റ് ലൈഫിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ അങ്ങനെ റിപ്പീറ്റ് ആവുകയാണ്. നമുക്കൊരു അവസരം കൂടി തരും വീണ്ടും ഭഗവത് പ്രാപ്തിക്കായിട്ട്. പക്ഷെ വീണ്ടും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ട് വീണ്ടും അതേ തെറ്റുകളൊക്കെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. പ്രധാനമായിട്ടും ആ ശരീരഭാവം എന്നത് മറന്നിട്ട് നമ്മൾ അതല്ല ആത്മാവാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ട് പിന്നെ എല്ലാം ആ മേലേന്ന് നമ്മൾ നോക്കിക്കണ്ട് കർത്തവ്യങ്ങൾ ചെയ്താൽ ഒരുപാട് ആശ്വാസമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് വരുന്ന അസുഖങ്ങളെ ആയാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആൾക്കാരെ ആണെങ്കിലും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. നമുക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ആകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സ്റ്റക്കായി പോയി എന്ന് തോന്നുന്നതാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ അവസരത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രാരാബ്ധം എടുക്കാനായി വന്ന എന്തെങ്കിലും അതിനു വേണ്ടി വന്ന ഒരാളായിരിക്കാം. നമുക്കവർ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്തെങ്കിലും ചോദിച്ചിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി അവസരമായിട്ട് വന്നത് നമ്മളതിനെ അത്ര സീരിയസ് ആക്കി കണ്ടില്ല. അല്ലെങ്കിൽ കല്യാണാലോചനയാണെങ്കിലും ആദ്യം വന്ന കുറച്ച് ആലോചനകളെ നമുക്കെന്തോ നമ്മുടെ ഇതിന് ചേർന്നതല്ല എന്ന് തോന്നിയിട്ട് നമ്മളതിനെ സ്വീകരിച്ചിട്ടില്ല. അവസരം തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ പ്രാരാബ്ധങ്ങൾ നേരിടാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. അതിന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ നമുക്കെല്ലാം കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രാരാബ്ധത്തെ അങ്ങനെ മാറ്റിക്കളയാനാകില്ല. നമുക്ക് പ്രാരാബ്ധം അനുഭവിച്ചേ പറ്റൂ. പക്ഷേ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം എന്നത് ബുധൻ്റെ നക്ഷത്രങ്ങൾ ആയില്യം, തൃക്കേട്ട, രേവതിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സംസാരം, ബുധൻ എന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആ സംസാരം വളരെ ശ്രദ്ധിക്കണം. സംസാരം കാരണം എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ശുക്രൻ്റെ നക്ഷത്രക്കാല ശുക്രൻ്റെ സിഗ്നിഫിക്കേഷൻസ്, അത് ശുക്രനും രാഹുവുമായിട്ടുള്ള സംബന്ധം, അല്ലെങ്കിൽ ശുക്രൻ തന്നെയാണെങ്കിലും കൂടുതൽ സുഖഭോഗങ്ങളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടോ? കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്? അഡിക്ഷൻ ഉണ്ടോ? അതുപോലെ ആധ്യാത്മികത എന്നത് എനിക്ക് മാത്രം നേടാനുള്ള ആധ്യാത്മികതയാണോ? ഞാൻ മറ്റുള്ളവരുടെ നന്മയെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? അങ്ങനെ കുറേയൊക്കെ ഇൻട്രോസ്പെക്റ്റ് ചെയ്താലും നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതിനും ജാതകത്തിൽ നല്ലൊരു 9-ാം ഭാവം 5-ാം ഭാവം വേണം. അല്ലെങ്കിൽ വളരെ പ്രാർത്ഥന പോലും അത് സ്വാർത്ഥമായി പോകും. ഉള്ളവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് ആ ഒരു പ്രാർത്ഥന
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും നന്നായാൽ മാത്രമേ നമുക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർക്ക് പ്രശ്നം വന്നിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം വേണം. അറ്റ്ലീസ്റ്റ് ആ ഒരു മനസ്സിലെങ്കിലും, പ്രാർത്ഥന അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മുടെ കേതു എന്ന ഗ്രഹവും ഓട്ടോമാറ്റിക്കലി നല്ല ഫലങ്ങൾ തരാൻ തുടങ്ങും. കേതു എന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നക്ഷത്രങ്ങളെ മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതിൽ ഏറ്റവും അധികം അബദ്ധം പറ്റുന്നത് ചൊവ്വയുടെ രാശിയിലെ തൃക്കേട്ട നക്ഷത്രം. ഇവിടെ ചൊവ്വയുടെ ഫ്ലേവർ ഉണ്ട് രാശ്യാധിപന്. അവിടെ ഉള്ള തൃക്കേട്ട നക്ഷത്രം ഈ ഒരു ബുധന്, അവിടെയുള്ള തൃക്കേട്ട നക്ഷത്രം, ഇവിടെ ഒരു നക്ഷത്രാധിപനായിട്ടുള്ള ബുധന് പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വ നല്ലതല്ലായിട്ടിരിക്കുന്നെങ്കിൽ എന്ത് എപ്പോൾ സംസാരിക്കണം എന്നത്, ആരോട് എന്ത് സംസാരിക്കണം എന്നതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളുടെ അഗാധത അറിയാതെ, ബുധൻ ആരാണ്? കുട്ടിയാണ്. ആ കുട്ടിയെ പോലെ സംസാരിച്ചു എന്ന് വരും. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ചെറിയ പ്രായത്തിൽ, ഏജിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ ഒരു പ്രായമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ആ ആത്മാവിൻ്റെ പഴക്കം, ആത്മാവ് കടന്നു വന്ന അനുഭവങ്ങൾ, ജീവിതങ്ങൾ, ആത്മാവ് ഇപ്പോൾ ഈ ഒരു ശരീരം കിട്ടിയ ശേഷം അദ്ദേഹം ചെയ്യുന്ന സാധനകൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊന്നും ബോധമില്ലാതെ, ഒരുപക്ഷെ വേഷവിധാനം കണ്ടിട്ട്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം കണ്ടിട്ട്, അതായത് വലിയൊരു ഗെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻ്റലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീടത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കാരണം ബുധനെ ചീത്തയാക്കുകയാണ്. ഒരു ഗ്രഹത്തെ നല്ലതാക്കാനും മോശമാക്കാനും നമുക്ക് കഴിയും. ഇതിൽ ബുധൻ എന്നൊരു ഗ്രഹത്തെ നമ്മുടെ എല്ലാവരുടെയും ജാതകത്തിൽ ബുധൻ മോശമാകുന്നതിൻ്റെ ഒരു കാര്യം എന്നത് മോശമായി സംസാരിക്കുന്നതിലൂടെ തന്നെയാണ്. ഇവിടെ പ്രൊഫഷണലി കൊമേഡിയൻസും മറ്റ് അഭിനയവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് പറയുന്നത് വേറൊരു കാര്യമാണ്. എന്നാലും അതല്ലാതെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുന്നത്, കഴിയുന്നതും സംസാരം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ബുധൻ്റെ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ബുധൻ ആത്മകാരക ഗ്രഹമായിട്ടുണ്ടാകുമ്പോൾ, ബുധൻ വളരെ പ്രോമിനൻ്റ് ആണ് ജാതകത്തിൽ നിന്ന് വിചാരിക്കുക. ഏകദേശം ഗ്രഹങ്ങളെല്ലാം ബുധൻ്റെ നക്ഷത്രത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ വ്യാഴം ബുധൻ്റെ നക്ഷത്രത്തിലാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മിഥുനത്തിലോ കന്നിയിലോ ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും മൗനമാണ് ഏറ്റവും നല്ലത്. സംസാരിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചിട്ട് മറ്റുള്ളവർക്കൊരു വേദന തോന്നരുത് എന്നുള്ള തരത്തിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് തമാശ ആയിരിക്കാം, പക്ഷെ മറ്റൊരാൾ അത് എങ്ങനെ എടുക്കുന്നു എന്നത്, അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. വളരെ ഏറ്റവും അടുപ്പമുള്ള ഒരു രക്തബന്ധത്തിലുള്ള ഒരാളോടായിരിക്കാം നിങ്ങളൊരു തമാശ പറയുന്നത്. പക്ഷെ അവിടെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിലെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മോശമാകുന്നത് നിങ്ങളുടെ ബുധനാണ്. അപ്പോൾ ബുധനെ നല്ലതാക്കണമെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്തോത്രങ്ങൾ, അഷ്ടകങ്ങളൊക്കെ കേൾക്കുക, ചൊല്ലുന്നതാണ് പരിഹാരം. ബുധൻ്റെ നക്ഷത്രങ്ങളിൽ മറ്റു ഗ്രഹങ്ങളിരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വിവിധ ഗ്രഹങ്ങൾക്ക് അവരവരുടെ ആ ഒരു സിഗ്നിഫിക്കേഷൻസിനനുസരിച്ചിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ശനിയുടെ നക്ഷത്രങ്ങളാവുമ്പോൾ ദാനധർമ്മങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇവിടെ ശനിയുടെ നക്ഷത്രം പൂയം, അനിഴം, ഉത്രട്ടാതിയൊക്കെ ആണെങ്കിൽ എത്രമാത്രം ആൾക്കാരെ നിങ്ങൾക്ക് സ്വയം പോയി സഹായിക്കാൻ കഴിയുന്നു, നിങ്ങളുടെ കഴിവിനനുസരിച്ച് പണം കൊടുത്തിട്ടാലും എങ്ങനെ സഹായിക്കാൻ കഴിയുന്നു, എങ്ങനെ ഇമോഷണലി ആശ്വസിപ്പിക്കാൻ കഴിയുന്നു. ഇവിടെ അനിഴം നക്ഷത്രക്കാരൊക്കെയാണ് ഇമോഷണലി കൂടി ആശ്വസിപ്പിക്കേണ്ടത്. മരണം കഴിഞ്ഞ വീടുകളിലേക്ക്, അതുപോലെ ആകസ്മികമായിട്ട് പ്രശ്നങ്ങൾ വന്ന ആൾക്കാരെ, വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, പെട്ടെന്ന് തകർന്നു പോയ പോലുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ, ആൾക്കാർക്ക് ആശ്വാസമേകാനൊക്കെ പോകേണ്ടവരാണ് ശനിയുടെ നക്ഷത്രക്കാർ. പലപ്പോഴും ചില കർമ്മങ്ങൾ നമ്മൾ അറിയാതെ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ശനിയുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ വ്യാഴം ശനിയൊക്കെ ആകുമ്പോൾ പ്രധാനമായിട്ടും ആ സോഷ്യലി ആക്റ്റീവ് ആകേണ്ട ആൾക്കാരാണ്. വ്യാഴവും അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ നക്ഷത്രങ്ങളിൽ, പ്രത്യേകിച്ച് രാശിയിലാണെങ്കിലും തീർച്ചയായിട്ടും സോഷ്യലി ആക്റ്റീവ് ആയിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് സഹായിക്കാൻ പറ്റില്ല, പക്ഷേ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ട് ആൾക്കാരെ സഹായിക്കാനായിട്ട്, അതായത് ആവശ്യമുള്ളവരെ സഹായിക്കാനായിട്ട്, രോഗികളെ, ശനിയാണെങ്കിൽ രോഗികൾ, പാവപ്പെട്ടവർ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അത് ഒന്നാണ്. വ്യാഴമാണെങ്കിൽ കൂടുതലായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഉപദേശം കൊടുത്ത്, ചിലർക്ക് എല്ലാം ഉണ്ടാകും, പക്ഷെ അവർക്ക് വേണ്ടത് വേറൊരു തരത്തിലുള്ള ആശ്വാസമായിരിക്കും. അതുകൊണ്ട് അത് ഭഗവത് ഉപദേശങ്ങളായിട്ട്, ഇത് രണ്ടും പുണ്യം തരുന്നതാണ്.
ഒരു വ്യക്തി ഭഗവാനെപ്പറ്റി ചിന്തിക്കാനോ മറ്റ് പൂജാതി കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും താല്പര്യപ്പെടാത്തൊരു വ്യക്തി സോഷ്യലി വളരെ ആക്റ്റീവാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 3/4 അദ്ദേഹം സമൂഹത്തിന് ചിലവഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതുപോലെ മറ്റ് കാര്യങ്ങളുമായിട്ട് വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പുണ്യം എന്നത് ആ ശനി കൊടുക്കുന്ന പുണ്യമാണ്. വ്യാഴം കൊടുക്കുന്ന പുണ്യം എന്നത് ആധ്യാത്മികതയാണ്. ഇത് രണ്ടും പുണ്യം തന്നെയാണ്. ഇതിൽ വ്യാഴം കൊടുക്കുന്ന പുണ്യം എന്നത് 9ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ അത് നാമജപങ്ങളും മന്ത്രജപങ്ങളും യജ്ഞങ്ങൾ യാഗങ്ങൾ എന്നത് അത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അറിവ് പകർന്നു കൊടുത്തിട്ട്, അതായത് ആൾക്കാരുടെ മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നൊരു കാര്യം. ഒരു വീട്ടിലെ അംഗങ്ങളെ ആധ്യാത്മിക ജ്ഞാനം കൊടുത്തിട്ട്, അതായത് എന്താണ് ആ ഭഗവത് പ്രാപ്തി, എന്താണ് നാമജപങ്ങളുടെ ഉദ്ദേശം, സത്കർമ്മങ്ങൾ, ആചരണങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ, ഉള്ളതിൽ തൃപ്തി നേടാൻ, ഒരുപാട് ആഗ്രഹങ്ങൾ വയ്ക്കാതെ, അതുപോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജീവിതശൈലി, ധ്യാനം, ജപം, ഇങ്ങനെയുള്ള ആധ്യാത്മിക ജ്ഞാനം ഒരു കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരുന്ന തലമുറകളിലേക്ക് അത് അവർ പറഞ്ഞു കൊടുക്കും. ഇത് തന്നെ ഒരു സമൂഹത്തിനെ ധാർമ്മികമായി ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അറിവും ജ്ഞാനവും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക പുരോഗതിക്കുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിൻ്റെ ചിന്താഗതിയെ മാറ്റിയെടുത്തിട്ട് ആ സമൂഹം വരുന്ന തലമുറയിലേക്കും ആ ജ്ഞാനം പകർന്നു കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ കഴിയും. സോഷ്യൽ ആക്ടിവിറ്റി മറ്റൊരു ഭാഗത്താണ്. അത് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ പുണ്യം തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് വ്യാഴത്തിന് ആ പുണ്യസ്ഥാനം 9ാം ഭാവം എന്നത് എല്ലാ തരത്തിലും അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയെ, ഭഗവത് പ്രാപ്തിയാണ് ഏറ്റവും മുഖ്യം എന്നതും ആ ഭഗവാന്റെ കൃപയാണ് എന്നത് മുഖ്യമായതും അതുപോലെ അമിതമായിട്ടുള്ള ആഗ്രഹം വേണ്ട, നമുക്കുള്ളതിൽ സന്തോഷിക്കാനും ഉള്ളത് പങ്കുവെച്ച് കഴിയാനും ഒക്കെയുള്ള ആ ഒരു ധാർമ്മികത എന്നത് മറ്റൊരാൾക്ക് ഇന്നതുണ്ടാകുമ്പോൾ അയാളോട് അസൂയയും വേണ്ട, അയാളോടൊപ്പം എത്താൻ നമ്മൾ മത്സരിക്കുകയും വേണ്ട. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പരസ്പരം സഹകരിച്ച് കഴിയണം എന്നുള്ള ഒരു മനോഭാവം വളരും. അതാണ് വ്യാഴം പഠിപ്പിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിരിക്കുമ്പോൾ സമൂഹത്തിലേക്ക് പ്രയത്നമായിട്ടും ജ്ഞാനമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ശനിയാവുമ്പോൾ അത് ഫിസിക്കലി ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം. പോയി ചെന്ന് സഹായിക്കുക. അപ്പോൾ രാശ്യാധിപന്മാരുടെ റോളും പ്രത്യേകിച്ചുണ്ട്. അതായത് മേടത്തിലെ കാർത്തിക, ഇടവത്തിലെ കാർത്തിക, അതുപോലെ ചിങ്ങത്തിലെ ഉത്രം, കന്നിയിലെ ഉത്രം, ഇതിൽ രാശ്യാധിപന്മാർ 2 രാശികളുടേതും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ രാശ്യാധിപന്മാരുടെ സ്ഥാനവും ഏത് നക്ഷത്രപാദത്തിൽ ജനിച്ചു എന്നതും ഒക്കെ വ്യത്യസ്ത കർമ്മങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഓരോ നക്ഷത്രത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്കും ഓരോ കർമ്മമുണ്ട്. നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ ഈസിയാണ്, മുന്നോട്ട് പോകാൻ ഈസിയാണ്. നമുക്ക് നേരെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ അത്ര അധികം ബാധിക്കില്ല, കാരണം നമ്മളതിനെ മനസ്സിലാക്കിയിരിക്കുന്നു. നക്ഷത്രങ്ങളുടെ ആ ഒരു അധിപന്മാരെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞു തന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാരകത്വങ്ങൾ മിക്സ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഓരോ നക്ഷത്രങ്ങളിലും ഇങ്ങനെ ഗ്രഹങ്ങൾ വന്നിരുന്നാൽ അവരുടെ ഒരു റിസൾട്ട് എന്തായിരിക്കും, കർമ്മം മറ്റൊന്നാണ്, എന്താണ് പൂർവികർ ചെയ്തത്, എന്താണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തത്, വേറൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ ഈസിയാണ്. അപ്പോൾ ചില നക്ഷത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.